ഹലോ, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞങ്ങളെടുത്തത്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ക്രഷ് ചെയ്താണ് ചേർക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയാണ്. ഇതൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് ജസ്റ്റ് ക്രഷായിട്ട് നമ്മൾ ഈ ഞണ്ടിലേക്ക് കഴുകി വെച്ച ക്ലീൻ ചെയ്ത ഞണ്ടിലേക്ക് ചേർക്കുക. ശേഷം നമ്മൾ തക്കാളിയാണ് പേസ്റ്റാക്കാൻ പോകുന്നത്. തക്കാളിയും കൂടെ പേസ്റ്റാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലാസ് ഇടുക. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമുക്ക് ചിക്കൻ മസാലയാണ് ഇടുന്നത്. ചിക്കൻ മസാല ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഗരം മസാല ഇടാം. പിന്നെ നമ്മളിടുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനാടുന്നത്. എരിവിന് ആവശ്യമായ സാധനങ്ങൾ ഇടാം. എത്രയാണോ മുളക് പൊടി എടുക്കുന്നത് അത്രയും തന്നെ നമ്മൾ മല്ലിപ്പൊടി എടുക്കുക. നമ്മൾ മുളക് പൊടി 1.5 ടേബിൾ സ്പൂണാണ് എടുത്തത്, അതേപോലെ തന്നെയാണ് മല്ലിപ്പൊടി എടുത്തേക്കുന്നത്. ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു കടായി ചൂടായിട്ടുണ്ട്. അപ്പോൾ കടായിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഇത് അതിലേക്ക് ഇടുക കേട്ടോ. നമുക്ക് റോസ്റ്റ് പരുവാണ് വേണ്ടതെങ്കിൽ ഈ തിളയ്ക്കുന്ന വെള്ളമൊന്നും നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞണ്ടിൽ ധാരാളം വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് അത് വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഗ്രേവി രൂപത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ റോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാ വെള്ളവും വറ്റിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂടി വെച്ച് റോസ്റ്റ് പരുവത്തിലാക്കുക. ഇതാണ് ഞങ്ങൾ എടുക്കുന്ന പരുവ കേട്ടോ. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാൻ പോവാണ്. ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. കുറച്ച് 3 കഷ്ണം എടുത്തുള്ളൂ. ഇത് ഞണ്ടിന് കാലൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഉടൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ, കാലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല ഞണ്ട് റോസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ്